ബസ്സിൻ്റെ സർവീസ് എങ്ങനെയാണെന്നുള്ള ഡിഫറൻസ് ഒക്കെ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മളിപ്പോൾ നേരെ പോകുന്നത് സ്റ്റുഡിയോയിലാണ്. സ്റ്റുഡിയോന്ന് പിന്നെ നമ്മൾ അവിടെ നിന്ന് ബസ്സിൽ കയറാനാണ് പ്ലാൻ. എന്നിട്ട് നമ്മൾ നമ്മുടെ ഒരു ഫ്രണ്ടിനെ കാണാൻ പോകണം. അപ്പോൾ അതൊക്കെയാണ് പ്ലാൻ. അപ്പോൾ ഇനി സ്റ്റുഡിയോ പോയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ പ്രീവിയസ് വീഡിയോസ് ആസ് വെൽ. സീ യു. നമ്മളങ്ങനെ സ്റ്റുഡിയോയിൽ എത്തിയിരിക്കുകയാണ്. ഇനി അകത്ത് കയറിയിട്ട് ഞാൻ വീഡിയോ എടുക്കില്ല, ജസ്റ്റ് ഞാൻ കുറച്ചങ്ങനെ ഷോർട്സ് എടുക്കുകയുള്ളൂ. See you. നമ്മളങ്ങനെ സ്റ്റുഡിയോയിൽ നിന്ന് ഇറങ്ങിയിട്ട് ബസ് കയറാൻ വേണ്ടി പോവുകയാണ്. ഇവിടെ അടുത്തൊരു ബസ് സ്റ്റോപ്പ് ഉണ്ടെന്നാണ് ആൾക്കാർ പറഞ്ഞത്. അപ്പോൾ ഇനി നമുക്ക് ബസ് സ്റ്റോപ്പിൽ പോവാം. ഇത് ആക്ച്വലി നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും ഏത് ബസ്സാണെന്നൊക്കെ നമ്മൾ ഗൂഗിൾ ചെയ്യാൻ നേരത്ത് നമുക്കറിയാൻ പറ്റും. ബസ്സിലെ നമ്പറുണ്ട് ഇവിടെ, അപ്പോൾ ആ നമ്പർ നോക്കി നമുക്ക് കയറിയാൽ മതി. ഇങ്ങനെ നമുക്ക് ഗൂഗിൾ നോക്കുമ്പോൾ നേരത്തെ അറിയാൻ പറ്റും കേട്ടോ, എത്ര മണിക്ക് ഏത് ബസ് ഏതിലാണ് നമുക്ക് കയറാനുള്ളതെന്നൊക്കെ റൂട്ട് കൊടുക്കുമ്പം അവരിതിനകത്ത് കാണിക്കും. അപ്പോൾ അതിൽ കയറിയാൽ മതി. ഇപ്പോൾ ഒരു ബസ് വരുന്നുണ്ട്. ഇതാണ് നമ്മളതൊന്ന്. ഇത് 3165 ഇതല്ലല്ലോ. ഇതിൽ QR കോഡ് ഉണ്ടോ? ഈ QR കോഡ് സ്കാൻ ചെയ്യുമ്പോൾ നമുക്ക് ടിക്കറ്റ് എടുക്കാം. ഈസി ആയിട്ട് ഇവിടെ റാപ്പിഡോയ്ക്കൊക്കെ ഭയങ്കര റേറ്റാണ്. അപ്പോൾ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ട്രാവൽ ചെയ്യാം. വലിയ തിരക്കൊന്നും കാണില്ല. ഇവിടെ ഒരുപാട് ബസ്സുണ്ട്, അപ്പം വലിയ തിരക്കൊന്നും കാണില്ല ബസ്സിൽ. ₹36 ഗൈസ് KR പുരം വരെ. ഫോൺ പേയിൽ സ്കാൻ ചെയ്യുമ്പോൾ നമുക്ക് പേയ്മെൻറ്റ് നടത്താം. അപ്പം അത്രയേ ഉള്ളൂ. ആ സിമ്പിൾ. ഇറങ്ങിയിട്ട് കാണാം. ഗൈസ് നമ്മളെ പ്ലാൻ ചെറുതായിട്ടൊന്ന് മാറ്റി. ലൈക്ക് നമ്മൾ പറഞ്ഞില്ലേ നമ്മൾ ഫ്രണ്ട് വരുന്നത്, അപ്പം ആള് വരത്തില്ല, നമുക്ക് വേറെന്തോ അർജൻസി. അപ്പം നമ്മളിത് നല്ല വിശപ്പുണ്ട്. അപ്പം നമ്മൾ വിചാരിക്കുന്നു നമുക്കിപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് നമുക്ക് അപ്പം അടുത്തുള്ളൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ അടുത്തുള്ളൊരു ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ അടുത്തുള്ള ഓപ്ഷൻ 1 സെക്കൻഡ് ഹോൾഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. ഈ ഒരു പെർഫ്യൂം നമ്മൾ സ്റ്റുഡിയോന്ന് എടുത്തതാണ്. ഇത് നമുക്ക് ഗിഫ്റ്റൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു ടൈപ്പ് ഓഫ് പെർഫ്യൂമാണ്. ആൻഡ് ഇതിന് നല്ലൊരു സ്മെല്ലാണ്. സോ ഡു ചെക്ക് ഇറ്റ് ഔട്ട്. ഇതിന് എങ്ങനെ പ്രൊണൗൺസ് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ബട്ട് മാഡ്രിഡിൻ്റെ ഒരു ഞാൻ നേരത്തെ കാണിച്ചൊരു ഗ്രീൻ കളർ കവറിലാണ് ഇത് വരുന്നത്. സോ ഗിഫ്റ്റൊക്കെ ചെയ്യാൻ പറ്റും. സോ സ്റ്റുഡിയോയിൽ പോകണമെങ്കിൽ നിങ്ങൾ ആരെങ്കിലും പോകുന്നെങ്കിൽ ഇത് നോക്കാമെന്നായിരിക്കും നല്ലത്. ഹൈലി റെക്കമെൻഡഡ്. ഗൈസ് ഇതാണ് KR പുരം മാർക്കറ്റ്. എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പം നമ്മൾ ബസ്സിൽ വന്നിട്ട് ഇവിടെയാണ് ഇറങ്ങിയത്. ഇനി നമുക്ക് വേറൊരു ബസ് കൂടി കയറണം. നമുക്കൊന്ന് അകത്തോട്ട് കൂടി പോയി, എന്തായാലും ഇവിടം വരെ വന്നില്ലേ, അകത്ത് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഗൈസ് പേരക്കയുടെ വലിപ്പം കണ്ടോ?
അവരൊക്കെ ഇന്ന് പൂവിട്ടാണ്. ഇവിടെ എല്ലാവരും കുപ്പിവളകൾ കയ്യിലിടും. മാരീഡ് ആയിട്ടുള്ള ആൾക്കാരും അവരാണ് കൂടുതൽ ഇടുന്നത് കുപ്പിവളകൾ. സോ നിറയെ കുപ്പിവളകളാണ്. ഗൈസ്, നമ്മളങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ബസ്സിൽ കയറി. രണ്ടാമത്തെ ബസ്സിൽ നമുക്ക് ചാർജ് ആയത് 46 റുപ്പീസാണ് രണ്ടാൾക്ക്. കെയർപുരം ഗവൺമെൻറ് ഹോസ്പിറ്റൽ ടു കല്യാൺ നഗര. സെയിം QR കോഡും ഒക്കെയാണ് ഇവിടെയും. നമ്മളങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞാൽ നമ്മളൊരു ഫ്രണ്ടിനെ കാണാനായിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. പക്ഷേ അവൾ വേറെ കുറച്ച് പ്ലാൻസ് ആയിട്ട് ആൾ പോയി. അപ്പോൾ പിന്നെ പിന്നെന്താ, നമുക്ക് പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇല്ലല്ലോ, വേറെ പ്ലാനൊന്നുമില്ല. അപ്പോൾ നമുക്ക് പിന്നെ വിശന്നു. അപ്പോൾ അടുത്തുള്ള സ്പോട്ട് അഫ്കോഴ്സ് നമുക്ക് പിന്നെ വിശന്നാൽ നെഹദിയാണുള്ളത് അടുത്ത്. അങ്ങനെ നമ്മളിപ്പോൾ നെഹദിയിലോട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഫേവറേറ്റ് ടർക്കിഷ് മന്തി ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ അത് കഴിക്കണം. വേറെ പ്ലാനില്ല. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നമുക്ക് എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ എന്ന് നമുക്കറിയില്ല. എന്തായാലും നമ്മുടെ ബസ് ജേണിയൊക്കെ നൈസായിരുന്നു. അപ്പോൾ ബാംഗ്ലൂർ വരുന്നവർ വൺസ് എങ്കിലും നമ്മുടെ ബസ് ജേണി ഒന്ന് ട്രൈ ചെയ്യണം. ബിക്കോസ് ഇറ്റ്സ് വർത്ത്. നമ്മുടെ നാട്ടിലെ പോലെയൊന്നുമല്ല, കുറച്ചുകൂടി കൺവീനിയൻ്റ് ആണ് എല്ലാ കാര്യവും. പേയ്മെൻ്റ് ആയാലും എല്ലാം കൺവീനിയൻ്റ് ആണ്. എനിക്കൊരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് നാട്ടിൽ. ഇതുപോലെ QR വന്നതിന് ശേഷം ഞാൻ QR ചോദിച്ച് പേയ്മെൻറ്റ് നടത്താൻ ട്രൈ ചെയ്തപ്പോൾ അവർ നെറ്റ് ഇഷ്യൂ അങ്ങനെ കുറേ ഇഷ്യൂസൊക്കെ പറഞ്ഞു. പക്ഷേ കേരളം അങ്ങനെയാണ്. സോ നോ ഇഷ്യൂസ്. അപ്പോൾ ഇവിടെ അങ്ങനെയൊന്നും അല്ല, നല്ല കൺവീനിയൻ്റ് ആണ് നമുക്ക്. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു. ഇനി നമുക്ക് ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് ഇനി എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ പറയാം. സോ സീ യു. ഇനി നമ്മൾ രണ്ടാമത്തെ ബസ്സിൽ കയറാനാണ് വരുന്നത്. നമുക്ക് 2 ബസ് കയറണം, എന്നാലേ നമ്മൾ തിരിച്ച് വീടെത്തുള്ളൂ. അപ്പോൾ രണ്ടാമത്തെ ബസ് ഇപ്പം സമയം 5 മണിയാണ്. നമുക്ക് 5:15-നാണ് രണ്ടാമത്തെ ബസ് ഉള്ളത്. സോ നമുക്ക് വെയിറ്റ് ചെയ്യണം. നമ്മൾ ബാംഗ്ലൂരിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലൂടെ നടക്കുകയാണ്. ഇത് നടന്നിട്ടാണ് നമ്മൾ പോകുന്നത്. ഇന്ന് നമ്മൾ ഫുള്ളും എക്സ്പ്ലോറിങ് ആണ്. ബസ്സും നടന്നിട്ടും ഒക്കെ ഇവിടുത്തെ സ്ഥലങ്ങൾ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാണ്. ഇത് നമ്മൾ കുറച്ചൊന്ന് ഉള്ളിലോട്ടുള്ള ഏരിയ കണ്ടോ. നമ്മൾ മാപ്പ് നോക്കട്ടെ. മാപ്പ് നോക്കി നടക്കുവാണ്. ഇനി ഒരു 19 മിനിറ്റും കൂടെ ഉണ്ട് നടക്കാൻ. ഇതൊക്കെ ഏത് സ്ഥലമാണെന്നുകൂടി നമുക്കറിയില്ല. ബട്ട് സ്റ്റിൽ മാപ്പിനെ വിശ്വസിച്ച് നടക്കുക. എവിടെ ചെന്ന് കയറുമെന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും കയറുന്നിടത്ത് കയറാമെന്ന് നമ്മൾ വിചാരിക്കുകയാണ്. ഇത് ഇന്നത്തെ എക്സ്പീരിയൻസ് പറയുന്നത് ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു? ഓൾ ഗുഡ്. എന്താ കുറേ നേരം മാസ്ക് ഒക്കെ വെച്ചോണ്ടിരുന്നത്? പൊടി. ക്യാമറ ഷൈ ആയിട്ടുള്ള ആളാണ്. സ്കൈ നോക്ക്, ലുക്ക് അറ്റ് ദ സ്കൈ ഗൈസ്, ബ്യൂട്ടിഫുൾ.
ഇതാണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റ്. നമുക്ക് ഇവിടെ വേണം എത്താനുള്ളത്. അപ്പോൾ ഇതോടുകൂടി ഞാൻ വീഡിയോ എൻഡ് ചെയ്യാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണു. ഇനി ഇതുപോലെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ വീഡിയോ ഇടാൻ ഞാൻ ട്രൈ ചെയ്യാം. സോ സീ യു ഗൈസ് ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. ഇന്നത്തെ വീഡിയോ കുറച്ച് എല്ലാം ഭയങ്കര നോയ്സ് ചെയ്തിരിക്കും, അപ്പോൾ പ്ലീസ് എക്സ്ക്യൂസ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുന്നവരേക്കും സീ യു.